മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി മാമച്ചന്റെ വീട്ടിലെത്തിയ വൈജയന്തി സ്റ്റാൻലിയെ കാണുകയാണ്. വൈജയന്തിയുടെ ഞെട്ടലും അമ്പരപ്പും മാറ്റുവാൻ സ്റ്റാൻലി ഒരു അപരിചിതനെ പോലെ വൈജയന്തിയോട് സംസാരിക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. വലിയ വേഗത്തിലൊന്നുമല്ല. ബബിത ശിവശങ്കരനെ നോക്കി. അങ്കിൾ ഗാഢമായ ചിന്തയിലാണെന്ന് തോന്നി. അമ്മയുടെ മുഖത്തെ സ്തോഭം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? നമ്മൾ മരണവീട്ടിലേക്കൊന്നുമല്ലല്ലോ പോകുന്നേ? ബബിത ചോദിച്ചു. ശിവശങ്കരൻ തലചരിച്ച് ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. അങ്കിളെ, പാട്ട് വയ്ക്ക്, ബബിത പറഞ്ഞു. ശിവശങ്കരൻ മനസ്സില്ലാ മനസ്സോടെ CD പ്ലെയർ ഓൺ ചെയ്തു. കാറിന്റെ മേൽക്കൂര തെറിപ്പിക്കുന്ന താളമേളങ്ങളോടെ ഒരു ഹിന്ദി പാട്ട് തുടങ്ങി. ശിവശങ്കരൻ വോളിയം കുറച്ചു വെച്ചു. പാട്ട് പകുതിയായപ്പോൾ വൈജയന്തി അസഹ്യതയോടെ പറഞ്ഞു, ഒന്ന് നിർത്താമോ? മനുഷ്യന് സ്വസ്ഥത വേണ്ടേ? ശിവശങ്കരൻ പാട്ട് നിർത്തി. അമ്മയ്ക്കെന്താ ഇത്ര വലിയ ടെൻഷൻ? ബബിത ചോദിച്ചു. ഞാൻ കൂടെ പോന്നില്ലേ, പിന്നെന്താ? ടെൻഷനായിട്ടാണോ? പാട്ടാണെങ്കിൽ വേണ്ടില്ല, ഇത് കൂത്തല്ലേ? ബബിത തർക്കിക്കാൻ പോയില്ല. മുൻപായിരുന്നുവെങ്കിൽ അവൾ അങ്ങനെ വിട്ടുകൊടുക്കില്ലായിരുന്നു. അല്പം കഴിഞ്ഞ് വൈജയന്തി ചോദിച്ചു, നീ എത്ര ദിവസമായി എറണാകുളത്ത് വന്നിട്ട്? അമ്മ എന്നെ ഹോട്ടലിൽ കണ്ടില്ലേ, അന്ന് വന്നതാ. അന്നൊരൊറ്റ ദിവസം കൊണ്ട് നീ സ്റ്റാൻഡുമായി അത്രയ്ക്ക് പരിചയത്തിലായോ? ഇപ്പോഴാണ് ബബിതയ്ക്ക് തന്റെ അബദ്ധം മനസ്സിലായത്. 2 ദിവസം കൂട്ടി പറയേണ്ടതായിരുന്നു. അമ്മയുടെ ചോദ്യങ്ങൾ അർത്ഥഗർഭമാണ്. സൂക്ഷിച്ച് അവൾ തനിക്ക് തന്നെ മുന്നറിയിപ്പ് നൽകി. സ്റ്റാൻലി പപ്പയെ എനിക്ക് അതിനു മുൻപും പരിചയമുണ്ട്. വൈജയന്തിയുടെ നെഞ്ചിലൊരു മിന്നിപ്പിടുത്തമുണ്ടായി. സ്റ്റാൻലി പപ്പയോ? നീ അവിടെ വെച്ചും പപ്പ എന്ന് വിളിക്കുന്നത് കേട്ടു. അതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? സ്റ്റാൻലി നിന്നോട് പറഞ്ഞോ അങ്ങനെ വിളിക്കണമെന്ന്? പറഞ്ഞാലെന്താ തെറ്റ്? സ്റ്റാൻലി നിന്നോട് പറഞ്ഞോന്നാ ഞാൻ ചോദിച്ചത്. അലീന ചേച്ചി സ്റ്റാൻലിയെ പപ്പ എന്നാ വിളിക്കുന്നത്. അത് കേട്ട് ഞാനും അതുപോലെ വിളിച്ചു തുടങ്ങി. വൈജയന്തിയുടെ നെഞ്ചിലെ കൊളുത്ത് ഒന്നയഞ്ഞു. വൈജയന്തി ദീർഘനിശ്വാസം അയച്ചു. അവൾ അങ്ങനെ വിളിക്കുന്നു എന്ന് വിചാരിച്ച് നീയും അങ്ങനെ വിളിക്കണമെന്നുണ്ടോ? പിന്നെങ്ങനെ വിളിക്കും? ഉടൻ ശിവശങ്കരൻ ഇടപെട്ടു. സ്റ്റാൻലി അങ്കിൾ എന്നല്ലേ ഫോൺ ചെയ്തപ്പോ നീ എൻ്റെ അടുത്ത് പറഞ്ഞത്? അത് അങ്കിളിന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാ, ബബിത വെളിപ്പെടുത്തി. എന്നിട്ട് വൈജയന്തിയെ നോക്കി. ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ? എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ? വൈജയന്തി അല്പം ഒന്ന് പതറി. പിന്നെ വിശദീകരണം നൽകി. അലീനയെ പോലെയാണോ നീ? അവൾക്ക് ആരെയും എന്തും വിളിക്കാം. അനാഥാലയത്തിൽ നിന്ന് ചാടിപ്പോന്നവളാ. തന്തയും തള്ളയും കൂടപ്പിറപ്പുകളും ഒന്നുമില്ലാത്തവളാ. കുടുംബം, അന്തസ്, ആഭിജാത്യം ഇതൊക്കെ എന്താണെന്ന് പോലും അവൾക്കറിയത്തില്ല. വീണിടം വിഷ്ണുലോകം. പക്ഷെ നീയോ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവളാ. അനാഥാലയത്തിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന ഒരു വീട്ടുവേലക്കാരി പെരുമാറുന്ന പോലെയാണോ നീ പെരുമാറി ശീലിക്കേണ്ടത്? അലിന ചേച്ചി ഇപ്പം വേലക്കാരിയല്ലല്ലോ. മുൻപ് ആയിരുന്നോ? നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴല്ലേ. പക്ഷേ ഒരു വേലക്കാരിയുടെ സ്ഥാനമായിരുന്നോ അലീന ചേച്ചിക്ക്? എനിക്കും രോഹിയേട്ടനുമൊക്കെ സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു അലീന ചേച്ചി. അച്ഛനാണെങ്കിൽ സ്വന്തം മോളെ പോലെയും. മോളെപ്പോലെ? വൈജയന്തി പല്ല് ഞെരിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. സത്യമായിട്ടും അങ്ങനെ ആയിരുന്നമ്മേ. ഇനിയെങ്കിലും അമ്മ വിശ്വസിക്കണം. ഞാൻ അമ്മയുടെ മോളല്ലേ, എൻ്റെ അച്ഛൻ്റെ മോളല്ലേ. അത് സത്യമാണെന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കണം. അച്ഛനും മോളെ പോലെയാണ് അലീന ചേച്ചി. ഇക്കാര്യത്തിൽ അമ്മ എന്നോട് തർക്കിക്കരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ നിന്റെയൊക്കെ കണ്ണ് കെട്ടിയിട്ട്. ജയന്തി, ശിവശങ്കര മേനോൻ വിളിച്ചു. ജയന്തി പറഞ്ഞു വന്നത് മുഴിപ്പിക്കാതെ നിർത്തി. അമ്മേ, അലിൻ ചേച്ചി എന്നെ നല്ലതേ പഠിപ്പിച്ചിട്ടുള്ളൂ, നല്ലതേ ശീലിപ്പിച്ചിട്ടുള്ളൂ. അലിൻ ചേച്ചിയുടെ ജീവിതം പാഠപുസ്തകമാക്കി വെച്ചിരിക്കുന്നവളാ ഞാൻ. അതുപോലെ ജീവിക്കാനുള്ള ശക്തി തരണേന്നാ എന്റെ പ്രാർത്ഥന, ബബിത ദൃഢസ്വരത്തിൽ പറഞ്ഞു. എന്നുവെച്ച് അയാളെ പപ്പയെന്ന് വിളിക്കേണ്ട കാര്യമില്ല. ദുസ്വാതന്ത്ര്യമാണത്, ശിവശങ്കരൻ ശാസനാസ്വരത്തിൽ പറഞ്ഞു. എന്താ തെറ്റങ്കിളെ? അങ്കിൾ പറ. ഞാൻ പപ്പയെന്ന് വിളിക്കുമ്പം എനിക്കൊരു സന്തോഷമുണ്ട്. പപ്പയുടെ മുഖത്തും ആ സന്തോഷവും വാത്സല്യവും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം മോളെന്ന പോലെയാ എന്നോട് പെരുമാറുന്നേ. ആയിരിക്കും, പക്ഷേ അന്യരെ നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഒരു തവണ കൈ പൊള്ളിയവളാണല്ലോ നീ. ആളുകളെല്ലാവരും നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല. അതെ അങ്കിളെ, അതും എനിക്ക് മനസ്സിലാക്കി തന്നത് അലീന ചേച്ചിയാണ്. ആരും പുറമേ കാണുന്നത് പോലെ അല്ലെന്ന്. വൈജയന്തി മുഖം തിരിച്ച് മകളെ നോക്കി. അവളുടെ വാക്കുകൾക്ക് അക്ഷരങ്ങൾക്കിടയിലും അർത്ഥമുണ്ടോ? കുത്തും കോമയും ആശ്ചര്യചിഹ്നങ്ങളുമുണ്ടോ? വൈജയന്തി ഒരു നിമിഷം ചിന്തിച്ചു. മാമച്ചന്റെ ആരാണ് സ്റ്റാൻലി? വൈജയന്തി
ശാന്തസ്വരത്തിൽ ചോദിച്ചു. അതെനിക്കറിയില്ല. റിലേറ്റീവ് ആണെന്ന് മാത്രമേ അറിയൂ. അലീനയ്ക്ക് എങ്ങനെയാണ് സ്റ്റാൻലിയുമായി പരിചയം? സ്റ്റാൻലി പപ്പയുടെ കീഴിലാണ് അലീന ചേച്ചി ഇപ്പം ജോലി ചെയ്യുന്നത്. വീണ്ടും നെഞ്ചിലൊരു മിന്നിപ്പിടുത്തം. ബാലചന്ദ്രനല്ലേ അലീനെ കടപ്പാട്ടൂരെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതും എവിടേക്കോ മാറ്റി പാർപ്പിച്ചതും? അത് സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്കായിരുന്നോ? സ്റ്റാൻലിയുടെ കീഴിൽ എന്ത് ജോലി അലീനയ്ക്ക്? ശിവശങ്കരൻ ചോദിച്ചു. തസ്തികയൊന്നും എനിക്കറിയില്ല അങ്കിളെ. സ്റ്റാൻലി പപ്പയുടെ മാനേജരും പ്രൈവറ്റ് സെക്രട്ടറിയും സൂപ്രണ്ടും കാഷ്യറും സെർവന്റും കണക്കപ്പിള്ളിയും എല്ലാം അലീന ചേച്ചിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണുള്ളത്? വൈജയന്തി ചൊടിച്ചു. ഒരു വീട്ടുജോലിക്കാരി നിന്നവളെ, അതും അനാഥാലയത്തിൽ നിന്ന് വന്നവളെ, ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കണമെങ്കിൽ അതിനു പുറകിൽ എന്തെങ്കിലും കള്ളക്കളി കാണണമല്ലോ. എന്തെങ്കിലും കള്ളക്കളി കാണുമായിരിക്കും, ബബിത അർത്ഥഗർഭമായി പറഞ്ഞു. അവൾ എങ്ങനെ ആളുകളെ വശീകരിച്ചെടുക്കുന്നു? നമുക്കൊരു സാമാന്യ യുക്തിയില്ലേ? അവൾ പപ്പയെന്ന് വിളിച്ചാൽ അയാൾ അവളുടെ പപ്പയാകുമോ? അച്ഛനെന്ന് വിളിച്ചാൽ അച്ഛനാകുമോ? ആകും, ബബിത പറഞ്ഞു. എങ്ങനെ? എനിക്ക് മനസ്സിലാക്കിത്താ. ആ വിളി അവൾക്കൊരു മറ മാത്രമാണ്. കേൾക്കുന്നവർ സംശയിക്കില്ലല്ലോ. ജയന്തി, നീ സംസാരിക്കണ്ട, ശിവശങ്കരൻ ഇടപെട്ടു. ആട്ടെ, മോളെവിടെയാ അവിടെ താമസിക്കുന്നതെന്ന് പറ. ജോലിസ്ഥലത്ത് തന്നെയാ. അവിടെ റൂമുണ്ട്. വീടോ ഹോസ്റ്റലോ? വീടിന്റെ ഒരു പോർഷൻ. റെന്റ് കൊടുക്കണോ? ഫുഡും അക്കോമഡേഷനും ഫ്രീയാ. നിനക്കോ? നീ ജോലിക്കാരിയില്ലല്ലോ. എനിക്കും ഫ്രീ ആയിരുന്നു. ഞാൻ അലീന ചേച്ചിയുടെ ഗസ്റ്റ് അല്ലായിരുന്നോ? അലീനയുടെ കൂടെ ആര് ചെന്നാലും താമസിച്ചാലും ഒരാളും ചോദിക്കാനില്ലേ? അലീന ചേച്ചിയാണ് അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ആര് ചോദിക്കാനാ? അവരുള്ളവർക്ക് വല്ലതും ചെയ്യണമെങ്കിൽ അലീന ചേച്ചിയോട് അനുവാദം ചോദിക്കണം. ശിവേട്ടാ, അവൾക്ക് അതിനുള്ള എന്ത് യോഗ്യതയുള്ളത്? ഞാൻ അതാ ചിന്തിക്കുന്നേ. നിന്റെ മമ്മയുടെ ചോദ്യം ന്യായം. അങ്കിളെ, പ്രധാനമന്ത്രിയാകാൻ തലയിലെടുത്തുള്ള ഒരാളിന്റെ തലയിൽ പ്യൂണിന്റെ തൊപ്പി വെച്ചാൽ ഇരിക്കുവോ? സമ്മതിച്ചു. ആരാ അവൾക്ക് ഇങ്ങനൊരു ജോലി വാങ്ങിക്കൊടുത്തേ? വൈജയന്തി ഇടയ്ക്ക് കയറി. ഇതൊരു അപകടം പിടിച്ച ചോദ്യമാണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. എനിക്കതേപ്പറ്റി ശരിക്കറിയില്ല. മാമച്ചനങ്കിളായിരിക്കണം. വൈജയന്തിക്ക് അത് കേട്ടപ്പോൾ അല്പം ആശ്വാസമായി. നിങ്ങൾ എവിടെയാ താമസിച്ചോണ്ടിരുന്നേ? പ്രോപ്പർ സ്ഥലപ്പേരാ ഞാൻ ഉദ്ദേശിച്ചത്, ശിവശങ്കരൻ ചോദിച്ചു. അത് മാത്രം പറയാൻ പറ്റില്ല. പറയരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടാകും. വൈജയന്തിയുടെ സ്വരത്തിൽ പരിഹാസധ്വനി കലർന്നു. ഉവ്, പറഞ്ഞിട്ടുണ്ട്. അലനി ചേച്ചി അവിടെ എങ്ങാനും ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാ വെറുതെ അവിടെ ചെന്ന് ശല്യമുണ്ടാക്കുന്നേ? സ്റ്റാൻലി പുല്ലൂരാണെന്നല്ലേ പറഞ്ഞത്? അതെ, കൊട്ടാരമറ്റം. അവിടെ ചെന്ന് അന്വേഷിച്ചാലും വിവരം കിട്ടുമല്ലോ. എന്താ അങ്കിളേ ഇത്? ഈ പോലീസ് മോളെ ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ അർത്ഥം? എന്നെ എറണാകുളത്ത് വെച്ച് കണ്ട ഉടനെ അമ്മയ്ക്ക് മകളെ പറ്റി ഉത്തരവാദിത്ത ബോധമുണ്ടായി. അങ്കിളിനും ചൂട് പിടിച്ചു. ഉടനെ ഫോണിൽ വിളിക്കുന്നു, എവിടാണെന്ന് ചോദിക്കുന്നു, കാർ എടുത്ത് അന്വേഷിച്ചു വരുന്നു, മാമച്ചൻ അങ്കിളിന്റെ വീട് തപ്പിയെടുക്കുന്നു, പിടികിട്ടാ പുള്ളികളെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന മാതിരി പിടിച്ചോണ്ട് പോരുന്നു. എന്താ ഇതിൻ്റെയൊക്കെ അടിയിലെ ഹിഡൻ അജണ്ട? ഹിഡൻ അജണ്ടയോ? ഒന്നുകിൽ മക്കൾ അച്ഛൻ്റെ കൂടെ താമസിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ. നീ എറണാകുളത്തെ ഏതോ ഒരു അന്യവീട്ടിൽ താമസിക്കുകയാണെന്ന് കേട്ടപ്പോൾ അതൊട്ടും ശരിയല്ലെന്ന് തോന്നി. അതുവരെ ഞാൻ എവിടെയാണെന്ന് പോലും അങ്കിൾ അന്വേഷിച്ചില്ലല്ലോ. അപ്പോഴും ഞാനൊരു അന്യവീട്ടിലായിരുന്നു, അതും അമ്മ ഏറ്റവും വെറുക്കുന്ന അലീന ചേച്ചിയുടെ കൂടെ. അന്നേരം ഈ ചുമതലാബോധവും കടമയും സ്നേഹവും ഒക്കെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞിട്ടാ നിന്റെ അമ്മ അന്വേഷിക്കാതിരുന്നത്. അലീനയെ പറ്റി എനിക്ക് മോശമായ അഭിപ്രായമില്ല, ശിവശങ്കരൻ പറഞ്ഞു. ഓ, അത്രയേ സന്തോഷം. പിന്നെ വൈജയന്തി ഒന്നും ചോദിച്ചില്ല. പൂരിപ്പിക്കാത്ത ചില കോളങ്ങൾ അവരുടെ മനസ്സിൽ ബാക്കി കിടപ്പുണ്ടായിരുന്നു. അതിനു മുൻപ് ശിവേട്ടനുമായി ഒരു ചർച്ച വേണമെന്ന് വൈജയന്തിക്ക് തോന്നി. കാർ പാലായിലെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞു. കൃഷ്ണജ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. കാർ ഹോണടിച്ചപ്പോൾ അവൾ ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നിട്ടു. ശിവശങ്കരൻ കാർ മുറ്റത്തേക്ക് കയറ്റി. ബബിത ആദ്യം ഡോർ തുറന്നിറങ്ങി. ഉദാസീനിയായി നടന്നു വരുന്ന കൃഷ്ണയുടെ അടുത്തേക്ക് ആഹ്ലാദത്തോടെ ഓടിച്ചെന്ന് അവളെ ആശ്ലേഷിച്ചു. അവളുടെ ഇരുതോളിലും പിടിച്ച് തെല്ലകറ്റി നിർത്തി അടിമുടി നോക്കി. നീ ക്ഷീണിച്ചു പോയല്ലോടി. കൃഷ്ണജ തണുത്ത ഒരാശ്ചര്യത്തോടെ ബബിതയെ നോക്കിക്കൊണ്ട് നിന്നു. ബബിതയിൽ നിന്ന് ഇത്ര ഊഷ്മളമായ സ്നേഹപ്രകടനമൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾക്ക് ലജ്ജ തോന്നി. കൃഷ്ണയുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് ബബിത സിറ്റൗട്ടിലേക്ക് കയറി ചെന്നത്. ശിവശങ്കരൻ സിറ്റൗട്ട് ചുറ്റിപ്പറ്റി നിന്നു. ശിവേട്ടൻ കയറിയിരിക്ക്. ഞാനങ്ങ് പോയേക്കാം, ഇരിക്കാനൊന്നും നേരമില്ല. ഞാൻ ചായ ഇടാം ശിവേട്ടാ. ഒന്നും വേണ്ടെന്നേ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ശിവേട്ടാ. വൈജയന്തി സ്വരം താഴ്ത്തി. ഇപ്പോൾ തന്നെ വേണോ? ഞാൻ നാളെയോ മറ്റോ വരാം. അല്ലെങ്കിൽ നീ കൊല്ലപ്പള്ളിയിലോട്ട് വാ. എന്നാൽ ശിവേട്ടൻ ഗേറ്റിനടുത്തോട്ട് കാർ നീക്കിയിട്. ലിവിംഗ് റൂമിലേക്ക് തല കാട്ടി
ബബിതയോടും കൃഷ്ണയോടും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ ഇറങ്ങി. കാർ മുറ്റത്ത് തിരിച്ചിട്ട് ഗേറ്റിനടുത്തേക്ക് മാറ്റി നിർത്തി. വൈജയന്തി അങ്ങോട്ട് ചെന്നു. ശിവേട്ടൻ കാറിൽ ഇറങ്ങണ്ട, വൈജയന്തി പറഞ്ഞു. ശിവശങ്കരൻ ചില്ല് താഴ്ത്തി വച്ചിട്ട് വൈജയന്തിയോട് സംസാരിച്ചു. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബബിത എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നല്ലേ നിന്റെ സംശയം? അതുമാത്രമല്ല ശിവേട്ട, വേറെ പല കാര്യങ്ങളുമുണ്ട്. ശിവേട്ടന് ഒരു കാര്യം മനസ്സിലായോ? അലീന ഇപ്പോൾ സ്റ്റാൻലിയോടൊപ്പമാണ്. അതെനിക്ക് തീർച്ചയായി. അവൾ എങ്ങനെ സ്റ്റാൻലിയുടെ അടുക്കലെത്തി? ബാലേട്ടൻ എത്തിച്ചു കൊടുത്തതാണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാൻലിയും ബാലേട്ടനും തമ്മിൽ മുൻപരിചയമില്ലേ? എങ്ങനെ പരിചയപ്പെട്ടു? കേവലം യാദൃച്ഛികമായി പരിചയപ്പെട്ടു എന്നേ ഉള്ളോ? അതോ ബാലേട്ടൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണോ? സ്റ്റാൻലി ബാലേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ആദ്യ കയറുകയാ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല ജയന്തി. എല്ലാം അറിഞ്ഞിട്ടാണോ ശിവേട്ട ബാലേട്ടൻ എനിക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുത്തിരിക്കുന്നേ? ഇപ്പോഴെനിക്ക് സംശയം തോന്നുന്നു. ശിവശങ്കരൻ അറിയാമായിരുന്നു വൈജയന്തി സത്യത്തിന്റെ വിളിമ്പിലാണ് എത്തി നിൽക്കുന്നതെന്ന്. എത്രയോ മാസങ്ങൾക്ക് മുൻപേ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നുവെന്ന് പറയാനോ ഭാവിക്കാനുള്ള ധൈര്യം അയാൾക്ക് ഉണ്ടായില്ല. നീ വെറുതെ സംശയിക്കുന്നതാ ജയന്തി. ഒന്നും ഞാൻ പറയാം ശിവേട്ട. ബാലേട്ടന്റെയും എൻ്റെ മക്കളുടെയും മുമ്പിൽ തോറ്റ് തലകുനിച്ച് നിൽക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എനിക്കിഷ്ടം. ശിവശങ്കരന്റെ മുഖം വിളറി. ഉഗ്ര സ്ഫോടക ശക്തിയുള്ള ആ ബോംബ് ബാലചന്ദ്രൻ ഏത് നിമിഷവും പൊട്ടിച്ചേക്കാമെന്ന് അയാൾക്കറിയാം. ഫാമിലി കോർട്ടിൽ വൈജയന്തിയുടെ കേസ് നടക്കുന്ന ദിവസങ്ങളിൽ ശിവശങ്കരൻ തീക്കനലിന് മീതെയാണ്. ഈ കേസവതിക്കല്ലെങ്കിൽ അടുത്ത കേസവതിക്ക് അത് സംഭവിച്ചേക്കാമെന്നാണ് പേടി. വൈജയന്തിയെ കൊണ്ട് ഡിവേഴ്സ് കേസ് പിൻവലിപ്പിക്കാൻ അയാൾ ആവത് ശ്രമിച്ചു നോക്കി. നീലഗിരിയിലിരിക്കുന്ന ജ്യേഷ്ഠനെ കൊണ്ട് പോലും വൈജയന്തിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. ഒന്നും ഫലിച്ചില്ല. ശിവേട്ടൻ എന്താ ഒന്നും പറയാത്തെ? ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമില്ലല്ലോ. ബബിത എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവളിപ്പോ എപ്പോഴത്തെക്കാളും ഹാപ്പിയാണ്. നല്ല പ്രസരിപ്പോടെ പെരുമാറുന്നു. ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം പാതിചെത്ത നിലയിലായിരുന്നല്ലോ അവൾ. ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത പോലെ. ഇപ്പം നീ കണ്ടോ, അവളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഫുൾ മാർക്കും അലീനക്കാണ് കൊടുക്കേണ്ടത്. നീ അവളോടുള്ള അന്ധമായ വിരോധവും വെറുപ്പും ഉപേക്ഷിക്കണം. ശിവേട്ട, ബാലചന്ദ്രനും അവളും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ കൂടുതൽ തെളിവ് വേണ്ട. അത് നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാവില്ല. അച്ഛനും മോളും എന്ന് സങ്കല്പിച്ച് നോക്ക്, അർത്ഥം മാറും. ഞാൻ എന്തിനു സങ്കല്പിക്കുന്നു ശിവേട്ട? സത്യം അതാണെങ്കിൽ പോലും വെറുക്കപ്പെടേണ്ടവളാണ് അവൾ. അതല്ലെങ്കിൽ അടുക്കളക്കാരിയും ഗൃഹനാഥനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ എനിക്ക് ഈ ജന്മം പോരാ. വൈജയ്, നിന്നോടിനി എനിക്കൊന്നും പറയാനില്ല. ശിവശങ്കരൻ ഗിയർ ലിവർ മാറ്റി. ശിവേട്ടൻ എന്താ ഇത്ര ധൃതി? നിന്നോട് സംസാരിച്ച് പിണങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച. വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ശിവേട്ട, അലീന എവിടെയാണെന്ന് അന്വേഷിക്കണ്ടേ നമുക്ക്? എന്തിന്? എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും. നിന്റെ മനസ്സമാധാനം ആരെങ്കിലും കെടുത്തിയോ? സ്റ്റാൻലി പോലും എത്ര ഡീസന്റ് ആയിട്ടാ പെരുമാറിയത്. ഞാൻ കരുതി അയാളെല്ലാം കുളമാക്കുമെന്ന്. നിന്നെ വഴിവക്കിൽ വെച്ച് കണ്ട പരിചയം പോലും അയാൾ ഭാവിച്ചോ? ഇല്ലല്ലോ. ബബിതയും ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനർത്ഥം അലീനയോട് സ്റ്റാൻലി ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ്. പക്ഷേ സ്റ്റാൻലിക്ക് അറിയാമല്ലോ ശിവേട്ട, അലീന എന്റെ ജോലിക്കാരിയായിരുന്നെന്നും ബബിത എന്റെ മോളാണെന്നുമൊക്കെ. അറിഞ്ഞാലെന്താ കുഴപ്പം? അലീന സ്റ്റാൻലിയെ പപ്പ എന്ന് വിളിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം ഊഹിക്കാമല്ലോ. ആ അടുപ്പം സ്റ്റാൻലിയെ കൊണ്ട് പറയിക്കാതിരിക്കുമോ പഴയ കാര്യങ്ങൾ? ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പറയും. ഇപ്പോൾ അത് പറയാൻ ഒരു കാരണവുമായി. ഞങ്ങൾ തമ്മിൽ മാമച്ചന്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയല്ലോ. ബബിത പറഞ്ഞത് വെച്ച് നോക്കിയാൽ സ്റ്റാൻലിയെ അവൾ വശീകരിച്ചെടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്കാരിക്ക് എത്രത്തോളം എത്താൻ കഴിയുമെന്ന് നമുക്കറിയാമല്ലോ. വൈജയ്, മനുഷ്യരെ നീ വില കുറച്ച് കാണരുത്, ആരെയും. ശിവേട്ടാ. വൈജയന്തി ചുറ്റുമൊന്ന് നോക്കിയിട്ട് സ്വരം താഴ്ത്തി. ഞാനും സ്റ്റാൻലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അലീന അറിഞ്ഞാൽ അത് ബബിത അറിയും, രോഹിത് അറിയും, ബാലേട്ടനോടും അവൾ പറയും. ശരി, അത് തടയാൻ നിനക്ക് പറ്റുമോ? തടയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ശിവേട്ടാ. ഞാൻ ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്നതാണ്. എനിക്കിപ്പം ബലമായ സംശയമുണ്ട്. ബാലേട്ടൻ തന്നെയാണോ സ്റ്റാൻലിയെ കണ്ടുപിടിച്ചതെന്നും അലീനയെ തൽക്കാലം അവിടേക്ക് മാറ്റിയതെന്നും. വൈജയന്തി ഇപ്പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ശിവശങ്കര മേനോന് ബോധ്യമായി. അതോടെ മറ്റൊരു ഭീതിയും അയാളെ ഗ്രസിച്ചു. ഇതെല്ലാം ആസൂത്രിതമായിട്ട് നടന്നിരിക്കുന്നതാണെങ്കിൽ അലീനയെ എന്തുകൊണ്ട് ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലിയുടെ പക്കൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു? വാസ്തവത്തിൽ അലീന ആരാണ്?
ശിവേട്ടൻ എന്താ ആലോചിക്കുന്നേ? നീ പറഞ്ഞതുപോലെ ഞാനൊന്ന് അന്വേഷിക്കാം. തൽക്കാലം നീ സമാധാനമായിട്ടിരിക്ക്. ശിവശങ്കരൻ സഹോദരിയെ ആശ്വസിപ്പിച്ചു. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ, വിളിക്കാം. അയാൾ കൊല്ലപ്പള്ളിയിലേക്ക് കാറോടിച്ചു പോയി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.